എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കമ്പനി എവിടെ എത്തി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്. 99% ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റ് പ്രൊജക്റ്റുകൾ പോലെ ഒരു സ്കാമാണ്, അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചു എന്നൊരു ചിന്താഗതിയിലാണെന്ന് എനിക്കറിയാം. നമ്മളാരെയും കുറ്റപ്പെടുത്തുകയല്ല, നമ്മളിതുവരെയുള്ള എക്സ്പീരിയൻസ് അതാണ്. ഇനി നമ്മൾക്കാണെങ്കിലും ഇത് പൂർണ്ണ രൂപത്തിൽ എത്തുന്നത് വരെ എന്താണ് നടക്കുന്നതെന്ന് പറയാനുള്ള ഒരു ശേഷി നമുക്കുമില്ല. ഇന്ന് ഞാൻ ഷെയർ ചെയ്ത ആ ഒരു പോളിഗൺ സ്കാനിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾ നോക്കുക, നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ കണ്ട എല്ലാ പ്രോഗ്രാമും ഒരു മണി റൊട്ടേഷൻ അല്ലെങ്കിൽ മണി സർക്കുലേഷൻ സ്കീമാണ്. ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, ആ വെബ്സൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫണ്ട് കളക്ട് ചെയ്യുന്നു, കുറേ പേർക്ക് കൊടുക്കുന്നു, കുറേ പേർക്ക് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ആദ്യം ഇൻവെസ്റ്റ് ചെയ്തവർക്ക് തുടർന്ന് വരുന്നവരിൽ നിന്നുള്ള ഫണ്ടിൻ്റെ വിഹിതം എടുത്തു കൊടുക്കുന്നു. അവരുടെ ഒരു ടാർഗറ്റ് എത്തുമ്പോൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നു. ആ ഒരർത്ഥത്തിൽ ഇതിനെ നമുക്ക് അനലൈസ് ചെയ്താൽ ആർക്കും എവിടെ എത്താൻ പറ്റില്ല. ഇവിടെ ആ വാക്കുകൾ നമുക്കൊന്ന് വായിക്കാൻ മനസ്സിലാവും. ഒരു നിഷേധാത്മക അർത്ഥത്തിൽ ഇത് നമ്മെ ഒട്ടും സഹായിക്കില്ല. നമ്മുടെ ശ്രമങ്ങൾ മറ്റു കാര്യങ്ങളെ നീക്കി വെക്കുക, ഈ പ്രൊജക്റ്റ് അവരുടെ സമയമെടുത്ത് ഡെവലപ്പ് ചെയ്ത് കഴിയട്ടെ, അപ്പോൾ നമുക്ക് ബാക്കി അല്ലെങ്കിൽ പോകാം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ അവസാനം. അപ്പോൾ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, മുൻപ് നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റിൽ 9 ഘട്ടങ്ങൾ, അതായത് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ 9 ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, നമ്മളതെല്ലാം കാണിച്ചുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 25 ആക്കി, അതായത് 9 കൊണ്ട് കംപ്ലീറ്റ് ആവുന്നില്ല, 25 ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആരോ ഒരാൾ ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത ഒരു മെസ്സേജാണ് ഞാനത് പോസ്റ്റ് ചെയ്തത്. ഒരു കാര്യം, നമുക്ക് ആ ലിങ്കിലേക്കൊന്ന് പ്രവേശിക്കാം. ഞാൻ അവിടെ ടച്ച് ചെയ്തു, പോളിഗൺ സ്കാനിലാണ്. ഈ ഒരു ട്രാൻസാക്ഷൻ നമ്മളുടെ കമ്പനി ട്രേഡ് ചെയ്ത് നോക്കി. അപ്പം അവിടെ നടന്ന ട്രേഡിൻ്റെ റിസൾട്ടുകളാണ് നമ്മളുടെ ആപ്പിൽ ടോപ്പ് ഗെയിനേഴ്സ് എന്നും പറഞ്ഞൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൊരു ട്രാൻസാക്ഷനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും, 4 ദിവസം മുമ്പ് നടന്ന ട്രാൻസാക്ഷനാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ കാണിച്ചു. ട്രാൻസാക്ഷൻ ആക്ഷൻ കാര്യങ്ങളൊക്കെ കണ്ട ശേഷം ഇതിന് മുമ്പ് നമ്മൾ കണ്ട കാര്യങ്ങളാണ്. ഇവിടെ നോക്കൂ, ലോൺ ഫ്രം ആവേ ലിങ്കാണ്. ലിങ്ക് എന്ന് പറയുന്ന ടോക്കണാണ് ട്രേഡിന് എടുത്തിരിക്കുന്നത്. ഒരു ലിങ്ക് എടുത്തപ്പോൾ അതിന് 16.89 വിലയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അത് താഴേക്ക് പോകുമ്പോൾ എത്ര ട്രാൻസാക്ഷൻ ആണെന്ന് നോക്കിക്കോളൂ. ഈ 16.89 കൊണ്ട് ചെയിൻ ലിങ്ക് ഉപയോഗിച്ചിട്ട് അവർ വാങ്ങിച്ചിരിക്കുന്നത് WETH ആണ്. അത് എത്രയ്ക്കാണെന്ന് നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് കാണാൻ പറ്റും 4.59 പർച്ചേസ്. അതിനർത്ഥം ഈ 16.89 കൊണ്ട് ഒറ്റ ട്രേഡിന് അത്രയും കോയിൻ അവിടെ കിട്ടാനില്ലാത്തത് കൊണ്ട് ഒരു ട്രേഡ് നടക്കുന്നത് 4.59 ആണ്. അത് വേറെ ട്രാൻസാക്ഷൻ എടുത്തിരിക്കുന്നത് 5.49. അതായത് നമുക്കറിയാം, ബൈനാൻസിൽ നമ്മളൊരു $1000 ഓർഡർ ഇടുമ്പോൾ നമുക്കവിടെ ആ ഒരു സൂചി കാണിക്കുന്നുണ്ട്. അതിന് 36% കംപ്ലീറ്റ് ആയി, ഇപ്പോൾ അത് 72 ആയി, 89 ആയി, 99 ആയി, 100 കംപ്ലീറ്റ് ആയി, നിങ്ങൾ മുഴുവൻ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാറുണ്ട്. ഇതുപോലെ ഇവിടെ നമ്മളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫണ്ട് കൊണ്ട്, അല്ലെങ്കിൽ $16 എടുത്തത് കൊണ്ട് പോലും ഒരൊറ്റ ട്രാൻസാക്ഷനിൽ 16.89 എടുക്കാൻ പറ്റിയിട്ടില്ല. അതിനെ 4.50, 5.49 ഒക്കെ ആയിട്ട് പല കഷ്ണമായിട്ടാണ് ആ ട്രാൻസാക്ഷൻ അവർക്ക് പൂർത്തീകരിച്ച് ലാഭം എടുക്കാൻ പറ്റി. ഇത് നോക്കിക്കോളൂ, ഇത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 25 ട്രാൻസാക്ഷനാണ്. അപ്പോൾ 25ാമത്തെ ട്രാൻസാക്ഷൻ ആകുമ്പോഴേക്കും ലോൺ എടുത്ത എമൗണ്ട് തിരിച്ച് അടച്ചതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്ര കിട്ടി? ഏകദേശം ചെറിയൊരു പ്രോഫിറ്റ് കിട്ടിയതായിട്ടാണെങ്കിൽ 0.02 പ്രോഫിറ്റ് കിട്ടിയതായിട്ട് കാണിക്കുന്നത്. എടുത്തതിൽ നിന്ന് എത്ര തിരിച്ചടച്ചു? 16.89 എന്നൊരു 16.90 തിരിച്ചടയ്ക്കുകയും ചെയ്തു. ഈ ഒരു ട്രാൻസാക്ഷനാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ആവേ, ഇപ്പോൾ നമുക്ക് ലോൺ തന്നു എന്ന് പറയുന്ന ആവേയുടെ, ഇപ്പോൾ നമുക്ക് 1ാമത്തെ ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഇപ്പോൾ നമുക്ക് ലോൺ തന്നത് കേട്ടോ, ഫ്രം ആവേ ലിങ്ക് ടോക്കൺ V3 എന്നുള്ള സ്ഥലത്ത് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പം നേരെ നമ്മൾ ആവേയുടെ ആ ഒരു ട്രാൻസാക്ഷനിലേക്ക് കയറുകയാണ്. ഇവിടെ നോക്കിയേ, ആവേയിൽ ഇപ്പോൾ ലിങ്ക് എന്ന് പറഞ്ഞ ടോക്കൺ മാത്രം എത്ര ബാക്കിയിട്ട് നോക്കിയേ, 20,14,711 ലിങ്കാണ് അവിടെ ലോൺ കൊടുക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അവിടെ നിന്ന് താഴേക്ക് വരാം. എന്തുമാത്രം ട്രാൻസാക്ഷൻ ഈ ലിങ്കിൽ മാത്രം നടന്നിട്ടുണ്ടെന്നാണ്. അതായത് ഈ ഒരു ആവേയിൽ ലിങ്ക് എന്ന് പറഞ്ഞ ടോക്കൺ മാത്രം ഉപയോഗിച്ചുള്ള എത്ര ട്രാൻസാക്ഷൻ നടന്നവിടെ കാണിക്കാൻ പോകുന്നത്. ഏകദേശം 1,00,000-ഓളം ട്രാൻസാക്ഷൻ നടന്നു എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, 4,000-ഓളം ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുന്നുണ്ട്. 1,00,000-ഓളം ഉണ്ട്, അതിൽ 4,000 ആണ് ഇവിടുത്തെ ഈ പേജിൽ കാണാൻ പറ്റുകയുള്ളൂ.
നോക്കുക, ഒന്നാമത് ട്രാൻസാക്ഷൻ ഹാഷാണ്, രണ്ടാമത് മെത്തേഡ്, അത് എന്തിനാണ് അല്ലെങ്കിൽ എങ്ങോട്ടാണെന്നുള്ളതാണ്. അടുത്ത ബ്ലോക്കാണ്, അടുത്തത് ഏജ് 27 മിനിറ്റ് മുമ്പാണ്, അടുത്ത ഏത് വാലറ്റിൽ നിന്ന് ഏത് വാലറ്റിലേക്ക് എന്നുള്ളതൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തൊട്ട് മുമ്പ് നമ്മളതല്ലാത്ത മറ്റേതെങ്കിലും ട്രാൻസാക്ഷൻ ഒന്ന് പോയി നോക്കാം. ഇവിടെ താഴേക്ക് പോകുമ്പോൾ ഇതൊക്കെ സപ്ലൈയും മറ്റു കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്, സ്വാപ്പൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കോളൂ, കുറച്ച് താഴേക്ക് വരുമ്പോൾ ഒരു ഫ്ലാഷ് ലോൺ കാണുന്നുണ്ട്. നമുക്ക് ആ ഫ്ലാഷ് ലോണിൻ്റെ അത് എത്രയാണെന്ന് നോക്കാം. 47 മിനിറ്റ് മുമ്പാണ്, ആവേൽ നിന്നാണ്, ലിങ്കാണ്, V3യിലാണ്, 296 ലിങ്കാണ് ലോൺ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ നമുക്ക് ഹാഷ് ഒന്ന് ചെക്ക് ചെയ്യാം. ഈ ഫ്ലാഷ് ലോണിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ട്രാൻസാക്ഷൻ ഹാഷിൽ ഞാൻ ക്ലിക്ക് ചെയ്യണം. ഈ ഹാഷ് ഇതാണ്, ലാസ്റ്റ് FF47, സ്റ്റാറ്റസ് സക്സസ് ആണ്. ഓക്കെ, അതിന് എത്ര കൺഫർമേഷൻ ഉണ്ട്? 1303 കൺഫർമേഷൻ. അത് ഒരാൾ നടത്തിയ ട്രാൻസാക്ഷൻ 1303 ആൾക്കാരത് കൺഫർമേഷൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ നോക്കിക്കോളൂ, ERC20 ടോക്കൺസ് ട്രാൻസ്ഫർ 30. അതായത് ഇത് നമ്മളെടുത്തതല്ല, വേറെ ഏതോ ഇപ്പം നമ്മുടെ ബൂമറാങ് പോലെ അല്ലെങ്കിൽ നമ്മുടെ വാസന കമ്മ്യൂണിറ്റി ചെയ്യുന്ന പോലെ വേറെ ഏതോ പ്രൈവറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രാൻസാക്ഷൻ നടത്തുന്ന ആൾക്കാർ ഒരു ലോൺ അത് സ്മാർട്ട് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ട്രേഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ നോക്കിക്കോളൂ, ഈ 30 ട്രാൻസാക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത് ആവേൽ നിന്ന് വരുന്നു, V3യിൽ നിന്നാണ്. അത് എടുത്തിരിക്കുന്നത് എത്രയാണ്? 296.11. അത് ലിങ്കാണ് ലോൺ എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇത് ലിങ്കിൻ്റെ മാത്രമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് നോക്കിക്കോളൂ, 100 USDT പർച്ചേസ് ഉണ്ട്. അപ്പം എടുത്തിരിക്കുന്നത് 296 എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം 5000 USDT വർത്തായ ലോണാണ് എടുത്തത്. പക്ഷേ 5000 കൊണ്ട് ഒറ്റ ട്രേഡെല്ലാം നടന്നെങ്ങനെ, അതിൽ നിന്ന് 100ൻ്റെ ട്രേഡ് നടന്നു. ഇവിടെ നോക്കിക്കോളൂ, ഫ്രം എന്നൊരു വാലറ്റ് കാണുന്നുണ്ട്, താഴെ നോക്കിക്കോ, പിയോസ് ടെതർ 100 USDT. അപ്പം $5000 ലോൺ എടുത്താൽ 5000 കൊണ്ട് ഒറ്റ ട്രേഡെല്ലാം നടക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം ബൈനാൻസ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ $1000 പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ഒരാളെ തന്നെ ആവണമെന്നില്ല. നമുക്ക് കോയിൻ കിട്ടുന്നത് $10, $20, $50 പല ആൾക്കാർ വിൽക്കാൻ വെച്ചതായിരിക്കാം നമുക്ക് എക്സിക്യൂട്ടായിട്ട് ഒരുമിച്ച് 1000 ആയിട്ട് ക്രെഡിറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് 36% കംപ്ലീറ്റ് ആയി, 72 ആയി, 89 ആയി, 91 ആയി എന്ന് കാണിക്കുന്നതിന് കാരണം അതാണ്. അതേപോലെ തന്നെയാണ് ഇവിടെ ഒരു ട്രേഡ് എടുക്കുന്നത്. അപ്പം $5000 ലോൺ എടുത്താൽ പോലും ഒറ്റ ട്രേഡിലല്ല ലാഭം ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ റൂട്ടിങ്ങിനൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ നിന്ന് താഴെ പോകുമ്പോൾ വീണ്ടും എടുത്തിരിക്കുന്ന അടുത്ത് എത്രയാണെന്ന് നോക്കിക്കോളൂ, $99.93. ഓക്കെ, വീണ്ടും താഴേക്ക് പോകുന്ന സമയത്ത് WETH എത്തേറിയം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ എത്തേറിയത്തിൻ്റെ ഒരു ട്രേഡ് അവിടെ നടന്നിട്ടുണ്ട്. വീണ്ടും ലിങ്ക് എടുത്തിട്ടുണ്ട്, വീണ്ടും എത്തേറിയം എടുത്തിട്ടുണ്ട്. അപ്പം എത്തേറിയം ലിങ്ക് ആയിരിക്കും ഇവിടെ ട്രേഡിൻ്റെ പെയറായിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ടാവണേ. പക്ഷേ എടുത്തിരിക്കുന്ന ഓരോ ട്രേഡ് നോക്കിക്കോളൂ, 197, 1197, 1199. ഇവിടെ നോക്കിയേ, 0.33 ലിങ്ക്. ഒരു ലിങ്കിൻ്റെ വില $16 ആണെങ്കിൽ അതിൻ്റെ 33%, ഏകദേശം ഒരു $4 ട്രേഡ് ഇവിടെ നടന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് പോയിട്ട് റാപ്പിഡ് എത്തേറിയം വീണ്ടും വാങ്ങിച്ചു. ഈ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്, പാൻകേക്ക് സ്വാപ്പിൽ നിന്നാണ് അത് നടന്നത്. കണ്ടോ, അഗസ്റ്റസ് സ്വാപ്പർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ആയിരിക്കും വന്ന് വീണ്ടും ചെയിൻ ലിങ്ക് എടുത്തിരിക്കുന്നു. USDT $101 നടന്നിരിക്കുന്നു. അത് ഈ $5000 ട്രേഡ് നടന്നിട്ട് ഒരു ചെറിയ പ്രോഫിറ്റ് എടുക്കുന്നതിനായിട്ട് ഇവിടെ 30 ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പം ഒറ്റയടിക്ക് ഇപ്പോൾ $5000 കൊണ്ട് ചെന്നാൽ അല്ലെങ്കിൽ $100, $10 ആവട്ടെ, ഈ $10 പോലും ഒരുമിച്ച് അവിടെ ഉണ്ടാവണമെന്നില്ല. അതിനെ 100 പീസുകളാക്കി. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ചിലപ്പം ഒരു സ്ഥലത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ $16 കൊണ്ട് ചെല്ലുമ്പോൾ $3 ട്രേഡ് എടുക്കാനുണ്ടാവുള്ളൂ. ആ $3 ട്രേഡ് എടുത്തു, അതിന് ചിലപ്പോൾ 3.1 കിട്ടി കാണും. ബാക്കിയുള്ള 16 എത്രയുണ്ട്? 13 ബാക്കിയുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ചിലപ്പോൾ പോയപ്പോൾ $2 ആയിരിക്കും ട്രേഡ് കിട്ടുന്നത്. ഇതിങ്ങനെ എടുത്തെടുത്തെടുത്ത് അവസാനമാണ് ഇവിടെ നോക്കുള്ളൂ 5003 തിരിച്ചടച്ചു. 5000 എടുത്തത്, 5003 തിരിച്ചടച്ചു. ഉണ്ടോ? അപ്പോൾ ഒരു 30 ട്രാൻസാക്ഷൻ. ഇനി ഇവിടെ എന്തുകൊണ്ടായിരിക്കും നമ്മളെ കമ്പനിക്ക് ഇതുപോലെ ഡിലേ വരുന്നത്? ഇത് 30 ട്രാൻസാക്ഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ സക്സസ് ആയി, രണ്ടാമത്തേതായി, മൂന്നാമത്തായി, അങ്ങനെ 25 26 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി ഒരു 4 ഉള്ളൂ, അല്ലെങ്കിൽ 28 ഇനി 2 ട്രാൻസാക്ഷൻ കൂടെ കംപ്ലീറ്റ് ആയാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ഷാവേസ് ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീം ഓക്കെ 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞത്. പക്ഷേ ആ 2 ട്രാൻസാക്ഷൻ കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴായിരിക്കും ചിലപ്പം 3-ാമത്തതോ 7-ാമത്തെയോ 9-ാമത്തെയോ ഒക്കെ ഫെയിലാവുന്നത്. ഈ 30 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ ട്രേഡ് എക്സിക്യൂട്ട് ആവുള്ളൂ. ഇതിലിടയ്ക്ക് ഒരെണ്ണം ഫെയിലായാൽ നമ്മുടെ ട്രേഡ് പരാജയപ്പെട്ടു പോകും. ഓക്കെ,
ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, മറ്റൊന്നുകൂടെ പുറകോട്ട് പോയിട്ട് വേറെ ഒന്ന് എടുത്ത് നോക്കാം. കുറച്ച് താഴെ പോകുമ്പോൾ വേറൊരു ഫ്ലാഷ് ഓൺ കാണുന്നുണ്ട്. ഇവിടെ നോക്കാം, OX സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ. അതെന്താണ്ട് നോക്കാം, ഒരു മണിക്കൂർ മുമ്പാണ്. ആവേ ലിങ്കാണ്, V3യിലാണ്, 295. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ. ഇവിടെ നടന്നിരിക്കുന്നത് 47 ട്രാൻസാക്ഷനാണ്. അതായത് ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് വാങ്ങിച്ച് മറ്റൊരു സ്ഥലത്ത് വിൽക്കുകയല്ല. ഇവിടെ നടന്നിരിക്കുന്നത് 47 ട്രാൻസാക്ഷനാണ്. നോക്കിക്കോളൂ, ഇവിടെ താഴേക്ക് നമുക്ക് നോക്കുമ്പം എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളൊരു $5000 വർത്തായ ട്രേഡ് തന്നെയാണ്. $5000 തുല്യമായിട്ട് ട്രേഡ് എടുത്തിരിക്കുന്നത്. ലിങ്ക് അവിടെ നോക്കിക്കോളൂ, 100.07 ഒന്നാമത്തെ ട്രേഡ് നടന്നിരിക്കുന്നത്. $5000 എടുത്താൽ അതിൽ നിന്ന് അത്രയ്ക്കാണ് ട്രേഡാണ് എടുത്തിരിക്കുന്നത്. പിന്നെ താഴേക്ക് പോയി $200 ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ പാൻകേക്ക് സ്വാപ്പ്, അത് എവിടെ നിന്നാണ് കാണിക്കുന്നത്? പാൻകേക്ക് സ്വാപ്പ് V5ൽ നിന്നാണ്. അടുത്തത് നോക്കിക്കോളൂ, ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു $399 ട്രാൻസാക്ഷൻ കാണിക്കുന്നുണ്ട്. 398 വാങ്ങിച്ചു, 90 വാങ്ങിച്ചു, $399.96 വിറ്റു. അപ്പോൾ ഇതുപോലെ ഒരുപാട് ട്രേഡുകൾ ഒന്നിച്ച് സംയോജിപ്പിച്ചിട്ടാണ് ആ ഒരു ട്രേഡ് പൂർത്തിയാകുന്നത്. അപ്പോൾ ഒരു ലോൺ എടുത്താൽ ആ ലോണ് ഒറ്റയടിക്കല്ല ട്രേഡായിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 47ാമത്തെ ട്രാൻസാക്ഷൻ ആയപ്പോഴത്തേക്കും $5002.5 തിരിച്ചെടുത്തു. അപ്പോൾ 5000 ലോൺ എടുത്തു. ഈ 47 ട്രാൻസാക്ഷൻ കൊണ്ടാണ് $2.5 പ്രോഫിറ്റ് എടുത്തത്. അപ്പം ഇവിടെ നടക്കുന്നത് കേവലം ഒരു മണി റൊട്ടേഷൻ അല്ല, പ്യുവർലി സിസ്റ്റമാണ്, ടെക്നോളജിയാണ് എന്ന് മനസ്സിലാക്കി. ഇപ്പം ഞാനൊരു സൂചനയാണ് തരുന്നത്. ഇത് മുഴുവൻ പഠിച്ചിട്ടൊന്നുമല്ല. ഞാനും ഇന്ന് രാവിലെ ഞാൻ 2-3 വ്യക്തികൾ, ഇപ്പം നമ്മളിവിടെ സ്ഥിരമായിട്ട് സംസാരിക്കാറുള്ള അജയൻ സാറിനെ പോലെയും സതീഷ് സാറിനെ പോലെയുള്ള ആൾക്കാരോട് സംസാരിച്ചപ്പം കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ ഷെയർ ചെയ്തത്. അല്ലാതെ ഞാൻ എല്ലാം കണ്ടെത്തിയെന്നല്ല അർത്ഥം. അപ്പോൾ നിങ്ങളിതുപോലെ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്ന് ഓക്കെ സംശയ ദൃഷ്ടിയോടെ കാണാതെ മറ്റുള്ള വിളിക്കാതെ ഈ അയക്കുന്ന ലിങ്കുകളും കാര്യങ്ങളും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് ഓരോരുത്തരും ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ ഒരു സൂചന നിങ്ങളോട് തരുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ 100 പേര് നോക്കും, നിങ്ങൾക്ക് ഇതിനേക്കാളും നമുക്ക് എന്താണ് കുറച്ചുകൂടെ വിശ്വസനീയമായതും അല്ലെങ്കിൽ ഇൻഫർമേറ്റീവായിട്ടുള്ള 100 ഇൻഫർമേഷൻ, ഓരോ ആൾക്കും ഓരോ ഇൻഫർമേഷൻ കിട്ടിയാൽ പോലും നമുക്കിതൊക്കെ നമുക്കൊരു പാഠങ്ങളായിട്ട് മാത്രം എടുക്കുക. നമുക്കിത് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് ചെക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരാൾ വന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ലോൺ എടുക്കുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് മറ്റൊരു ട്രാൻസാക്ഷനാണ്. നമുക്ക് നോക്കാം. ഇതും 30 ട്രാൻസാക്ഷനാണ് ഈ ഒരു സ്മാർട്ട് കോൺട്രാക്റ്റിൽ നടന്നിട്ടുള്ളത്. ഇവിടെ ലോൺ എടുത്തിരുന്നത് ലിങ്ക് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിങ്കിന് മാത്രം നമ്മൾ എടുത്തിരിക്കുന്നതാണ്, അതിൻ്റെ മാത്രമാണ് നോക്കിയിട്ടുള്ളത്. V3യിലാണ് ലോൺ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതും ഏകദേശം $5001.33 തുല്യമായിട്ടുള്ള ട്രേഡാണ് നടന്നിട്ടുള്ളത്. പാൻകേക്ക് സ്വാപ്പിൽ നിന്നാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത്. അഗസ്റ്റസ് സ്വാപ്പർ നിന്നാണ് ട്രേഡ് പോയിട്ടുള്ളത്. ഓക്കെ, $4996.93 എടുത്തിട്ടുള്ളത്. അടുത്ത ട്രേഡ് നോക്കി $101 ട്രേഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ താഴേക്ക് പോകുമ്പോൾ കാണാം ലിങ്കാണ്. അടുത്തത് എത്തേറിയത്തിലേക്ക് ട്രാൻസാക്ഷൻ നടന്നു. $698 ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ വേറെ കാര്യം കാണിക്കാനാണ് ഇത് കാണിക്കുന്നത്. ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ പാൻകേക്ക് സ്വാപ്പിൽ നിന്ന് പോയി ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്. യൂണിസ്വാപ്പ്, നമ്മൾ നേരത്തെ പാൻകേക്ക് സ്വാപ്പ് ഉണ്ട്. ഇവിടെ യൂണിസ്വാപ്പ് റൂട്ടറാണ്. നമ്മൾ പറയാറുണ്ട് ഒരു കോയിനെ നേരിട്ട് വാങ്ങിച്ച വില കൂടുതലാണെങ്കിൽ നമ്മൾ പകരം വേറൊരു കോയിൻ ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിക്കും. ഉദാഹരണത്തിന്
നമുക്ക് വാങ്ങേണ്ടത് ലിങ്കാണ്. നമ്മളെന്ത് ചെയ്യും? ലിങ്ക് വാങ്ങാൻ പോകുമ്പോൾ അവിടെ വില കൂടുതലാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള USDT ആണ്. USDT ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും? USDC വാങ്ങും. USDC ഉപയോഗിച്ച് ചിലപ്പോൾ നമ്മൾ ലിങ്ക് വാങ്ങും. അതാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി യൂണിസാപ്പിൽ നിന്ന് റൂട്ടറിൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു ട്രാൻസ്ഫർ WMATിക്കാണ് വാങ്ങിച്ചത്. അവിടെ നമ്മൾ ഇതിനകത്ത് തന്നെ എത്തേറിയം നടന്നിട്ടുണ്ട്, USDT നടന്നിട്ടുണ്ട്, ലിങ്ക് നടന്നിട്ടുണ്ട്. നോക്കിക്കോളൂ, ഒരു നേരിട്ടൊരു കോയിൻ അല്ല ട്രാൻസ്ഫർ നടത്തില്ല. ഇവിടെ റൂട്ടർ ഉപയോഗിച്ച് വാങ്ങിച്ച ഏതായിരുന്നു? നോക്കിക്കോളൂ, ഒന്നുകൂടെ നോക്കിക്കോളൂ. ഈ ഒരു ട്രാൻസാക്ഷനെ താഴെ നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇത് നമുക്ക് ഓരോന്നും ഇതുപോലെ ട്രാൻസാക്ഷൻ ഇത് എവിടെ നിന്നാണ് എന്താണെന്നുള്ള കംപ്ലീറ്റ് നമുക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറ്റും. റാപ്പിഡ് മാറ്റി റൂട്ടർ ഉപയോഗിച്ച് വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. പ്രൈസ് 0.69 പ്രൈസ് വാങ്ങിച്ചു. ഓക്കെ, അവിടെ ആ പർച്ചേസ് നടന്നതിൻ്റെ വാല്യൂ 591 പോയിൻറ്റ് സംതിങ്ങുള്ള ആ പർച്ചേസ് നടന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് WMATic ആണ്. $799 WMATic ആണ് പർച്ചേസ് നടന്നിട്ടുള്ളത്. 1164 WMATic. അതിൻ്റെ റേറ്റ് വരുന്നത് $799.77 അപ്പോൾ അവിടെ നടന്നത് യൂണിസാപ്പിൽ. അടുത്ത് നോക്കിയേ, പാൻകേക്ക് സ്വാപ്പ്, പാരാസ്വാപ്പാണ്. അപ്പോൾ നമ്മൾ പാരാസ്വാപ്പ് കണ്ടു, യൂണിസാപ്പ് കണ്ടു, അഗസ്റ്റസ് പ്രൈസ് കണ്ടു, നമ്മളിവിടെ പലതും കാണുന്നുണ്ട്. അവർ പർച്ചേസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഒരൊറ്റ ട്രേഡ് അല്ല നടന്നത്. ചെയിൻ ലിങ്ക് കണ്ടു, USDT കണ്ടു, WMATic കണ്ടു, WETH കണ്ടു. വീണ്ടും യൂണിസാപ്പിൽ നിന്ന് V3 റൂട്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതുപോലെ 30, 40, 50 ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഇതെന്താ വരാത്തത്, ഇതെന്താ നീണ്ടുപോകുന്നത്, ഇവരെന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇത് നമ്മൾ പഠിക്കുക, എന്താണ് നടക്കുന്നത്. മിനിമം നമുക്കറിയില്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികളോട് പറഞ്ഞാൽ 10, 16, 17 വയസ്സുള്ള പിള്ളേരോട് പറഞ്ഞാൽ അവർക്ക് നമ്മളെ കൂടുതൽ സഹായിക്കാൻ പറ്റും. ഇവിടെ എന്തൊക്കെ നടന്നു എന്നുള്ളത് നമ്മളെക്കാളും വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ 501 ലോൺ എടുത്ത് 503.63 തിരിച്ചടച്ചതിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. ചിലപ്പോൾ അത് എൻ്റെ ഒരു കണക്കൂട്ടിൽ മെയ് ലാസ്റ്റ് ആയിരുന്നു. ഞാൻ പലപ്പോഴും തുടക്കത്തിൽ നമ്മുടെ സൂമിലും മീറ്റിങ്ങിലും നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ മെയ് ലാസ്റ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഒരു പക്ഷേ മെയ് ലാസ്റ്റ് അല്ല, വീണ്ടും വീണ്ടും പോയേക്കാം. അപ്പോൾ ഇത് 15 ദിവസമോ 20 ദിവസമോ 1 മാസമോ വൈകട്ടെ. നിങ്ങൾ ഇന്നലെ വരെ കണ്ട എല്ലാ സിസ്റ്റവും ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച് പബ്ലിക്കിൽ നിന്ന് പൈസ കളക്ട് ചെയ്യുന്നു. ആ കളക്ട് ചെയ്യുന്ന ഫണ്ട് ആദ്യം വന്നവർക്ക് പിന്നീട് വരുന്നവരെടുത്ത് പണം വീതം വെച്ച് അല്ലെങ്കിൽ വീതം വെച്ച് കൊടുത്തുകൊണ്ട് കൂടുതൽ ആൾക്കാർ പൈസ കളക്ട് ചെയ്യുന്നു. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള ഫണ്ടുമായിട്ട് അവർ സൈറ്റ് വാനിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈറ്റ് അവർ കിട്ടാതാകുന്ന അവസ്ഥയല്ല ഇവിടെ നടക്കുന്ന ഒരു ടെക്നോളജിയാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പം നമ്മളതല്ല. ഇപ്പോൾ ഈ നടന്ന ട്രാൻസാക്ഷൻ നമ്മളതല്ല. 30, 47 കാണുന്ന വേറെ ആരൊക്കെയോ ലോൺ എടുത്താണ്. ഇവിടെ ലോൺ എടുക്കുകയും ഇതുപോലെ ബിസിനസ് നടക്കുന്നുണ്ട്. അപ്പം പൂർത്തിയാക്കിയാൽ ഇപ്പം നമ്മളൊരാളുടെ 45,000 രൂപയുടെ സ്ഥാനത്ത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മില്യൺസ് അല്ല ബില്യൺസ് ഓഫ് ഡോളറാണ് അവരുടെ കയ്യിലുള്ളത്. അപ്പോൾ ആ ബില്യൺസ് ഓഫ് ഡോളറിൻ്റെ റെസ്പോൺസിബിലിറ്റി അവരുടെ കയ്യിലുണ്ട്. അത് ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെന്നുണ്ട്. മാത്രമല്ല, നമ്മളിതിനു മുമ്പ് പറഞ്ഞ പോലെ ഇതൊരിക്കൽ സക്സസ് ആക്കിയാൽ ഇവരെ സംബന്ധിച്ച് ഇവരുടെ കയ്യിലേക്ക് വരാൻ പോകുന്നത് ഇപ്പോൾ ഉള്ളതിൻ്റെ 100, 1000 ഇരട്ടി ബിസിനസ്സാണ്. അവരെ സംബന്ധിച്ച് ഇത് എങ്ങനെയും വിജയിപ്പിക്കുക. അത് ഇതില്ലാത്തതാണെങ്കിൽ ഓക്കെ, ഇത് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാം. പക്ഷേ ഓൾറെഡി ഇവിടെ പലരും ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. ഇവിടെ മറ്റുള്ള ഇപ്പോൾ നമ്മളിതുവരെ കണ്ടതൊക്കെ ഒരു പക്ഷേ ഒരു വ്യക്തി ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ എടുത്തായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ നമ്മളെ കമ്പനി ശ്രമിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഒരേ സമയം ഒരുപോലെ ലാഭം എടുത്ത് ട്രേഡ് ചെയ്യാവുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനാണ്. അവർക്ക് അതിലൂടെ വളരെ വലിയ രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കാരണം ഈ സ്മാർട്ട് കോൺട്രാക്ട് ഉണ്ടാക്കാൻ അറിയുന്നൊരു വ്യക്തിക്ക് ഫ്രീ ആയിട്ട് ലോൺ എടുക്കാം എന്ന് എനിക്കോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷക്കണക്കിന് ആൾക്കാരുടെ നിന്ന് സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ട് അല്ലെങ്കിൽ 500 USDT വെച്ച് വാങ്ങുമ്പോൾ കോടാനുകോടി ഡോളർ കളക്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് നമ്മളെക്കാൾ കൂടുതൽ നമ്മളൊരു 500 USDT നമുക്ക് നഷ്ടപ്പെടുമ്പം അവർക്ക് കോടാനുകോടി USDT കിട്ടാനുള്ള അവസരമാണ്. അപ്പം 500 USDT പോകുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ എഫേർട്ട് ആരിടും? അവരെ സംബന്ധിച്ചിടത്തോളം കോടാനുകോടി ഡോളർ കിട്ടാനുള്ളതിനായിരിക്കും കൂടുതൽ എഫേർട്ട് ഇടും. അപ്പോൾ ആരും ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി അങ്ങനെ തന്നെയല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഇത് പോവുക കിട്ടുമെന്നുള്ള സംശയത്തിലിടുന്നതെങ്കിൽ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് കോടികൾ കിട്ടുമെന്ന് ഉറപ്പിൽ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്കും ഇവിടെ എന്താണ് ഇത്രയും ഇവിടെ കാര്യം നടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഈ ബ്ലോക്ക് ചെയിനിൽ ചെക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇപ്പോൾ ഞാൻ 2 3 ട്രാൻസാക്ഷൻ മാത്രം എടുത്തു. നിങ്ങൾക്കിതുപോലെ കൂടുതൽ ട്രാൻസാക്ഷൻ എടുത്തപ്പോൾ ഞാൻ 3 ട്രാൻസാക്ഷൻ സ്ഥാനത്ത്
നിങ്ങൾക്കൊരു 10 ട്രാൻസാക്ഷനോ 50 ട്രാൻസാക്ഷനോ എടുത്താൽ അതിൽ നിന്ന് ഇതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാൻ പറ്റും. തീർച്ചയായിട്ടും കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക.